ന്യൂബോൺ ബേബീസിന്റെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കുഞ്ഞു വല്ലാതെ കരയുന്നുണ്ടല്ലോ, പാലില്ലേ, അല്ലെങ്കിൽ പാലുണ്ടോ, അല്ലെങ്കിൽ പാല് കൊടുക്കുന്നില്ലേ എന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇതങ്ങോട്ട് കേൾക്കുന്ന സമയത്ത് പലരും വല്ലാതെ വിഷമിക്കും, സങ്കടപ്പെടും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും. ചിലർ നന്നായിട്ട് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ മിണ്ടാതിരുന്ന് കരയും, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതികരിക്കുക. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ ന്യൂബോൺ ബേബീസിന്റെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പെയിൻഫുൾ ആണെന്ന് ചോദിക്കുന്നവർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം ആദ്യത്തെ ഒരു 3 മാസം, ഡെലിവറി കഴിഞ്ഞ ആദ്യത്തെ ഒരു 3 മാസം അമ്മമാര് ഫിസിക്കലി മെന്റലി വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പീരീഡാണ്. ഡെലിവറി ഒക്കെ കഴിഞ്ഞ ഉടനെ ആണെങ്കിൽ സ്റ്റിച്ചിന്റെ പെയിൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ പ്രശ്നങ്ങൾ കൊണ്ട്, ലാച്ചിങ് ഒന്നും പ്രോപ്പർ അല്ലെങ്കിൽ ക്രാക്കഡ് നിപ്പിൾസിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് പെയിൻ അനുഭവിക്കുന്ന അമ്മമാരായിരിക്കും കുട്ടിയെ ഫീഡ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ കൂടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടി കേൾക്കുമ്പോൾ വല്ലാതെ ഇറിറ്റേറ്റഡ് ആവാറുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ അമ്മമാർക്കും ഉണ്ടാവും ഒരു സംശയം. ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇനി ശരിക്കും കുഞ്ഞിന് പാല് കിട്ടുന്നില്ലേ എന്നൊരു പേടി അമ്മമാരെ മനസ്സിലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാര്യം എങ്ങനെ കൺഫേം ചെയ്യാം, എങ്ങനെ നിങ്ങളെ കുഞ്ഞിന് ആവശ്യമായ പാല് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കുഞ്ഞ് ഇടവിട്ട് മൂത്രം ഒഴിക്കുന്നുണ്ട്, വല്ലാതെ ഡാർക്ക് കളർ അല്ലാത്ത യൂറിൻ ഒഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് നീറ്റ് പാല് കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാം. കാരണം ന്യൂബോൺ ബേബീസ് പാല് മാത്രമാണ് കുടിക്കുന്നത്, ബ്രസ്റ്റ് മിൽക്ക് മാത്രം കുടിക്കുന്ന കുട്ടികൾക്ക് മൂത്രം എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്കിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവർ മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് പാല് കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാം. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ബാക്കിയുള്ളവർ എന്ത് വേണേലും പറഞ്ഞോട്ടെ, നിങ്ങൾ അത് മൈൻഡ് ചെയ്യാൻ പോവണ്ട എന്ന് മനസ്സിൽ ഉറപ്പിക്കാം. കാരണം നിങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ചുറ്റുമുള്ളവരിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇറിറ്റേറ്റഡ് ആവും. മറ്റുള്ളവരൊക്കെ അതിനേക്കാളും കൂടുതൽ കുഞ്ഞിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്നത് എപ്പോഴും അമ്മമാര് തന്നെയായിരിക്കും. അപ്പൊ അതിന്റെ കൂടെ മറ്റുള്ളവരും കൂടി ഇങ്ങനെ എഴുതിയിൽ പെട്രോൾ ഒഴിക്കുക എന്ന് പറഞ്ഞ പോലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ അമ്മമാര് ഇറിറ്റേറ്റഡ് ആവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം അവർ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഒരു പുതിയ കുഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് ആ കുട്ടിയായിരിക്കും. അമ്മ അവിടെ ഒരു ഫാക്ടർ അല്ല പലരുടെയും വീട്ടിൽ. അവർ ശ്രദ്ധിക്കാറില്ല. അമ്മമാര് അവരുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും ആലോചിക്കാറില്ല. കുട്ടി കരയുന്ന സമയത്ത് എല്ലാവരും ഒരുപോലെ ഇറിറ്റേറ്റഡ് ആവും, പേടിക്കും. എന്തിനാ കുഞ്ഞ് കരയുന്നത്, അല്ലെങ്കിൽ പാലില്ലേ എന്ന ക്വസ്റ്റ്യൻ ആണ് അവർക്ക് ആദ്യം തന്നെ മനസ്സിലേക്ക് വരിക. അതുകൊണ്ട് അവരത് ചോദിക്കുന്നു എന്നുള്ളൂ. പക്ഷെ നിങ്ങളുടെ കുഞ്ഞിന്റെ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. നിങ്ങൾ കുഞ്ഞിന് പാല് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് പാലുണ്ട് തന്നെ ഉറപ്പിക്കുക. കൂടുതൽ ടെൻഷൻ അടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പാലിന്റെ പ്രൊഡക്ഷൻ കുറയുക. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, കൃത്യമായ ഇടവേളകളിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. പാലിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ആദ്യത്തെ തുടക്കത്തിലുള്ള കുറച്ച് ദിവസങ്ങൾ, ഡെലിവറി കഴിഞ്ഞ ഉടനെ അന്നോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക്, ഒരു 3-4 ദിവസത്തേക്ക് മിൽക്ക് പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. കൊളോസ്ട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള കട്ടിയുള്ള പാലാണ് ആദ്യത്തെ ദിവസങ്ങളിൽ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുക. അതിന്റെ അളവ് വളരെ കുറവായിരിക്കും. തുടക്ക ദിവസങ്ങളിൽ പാല് കുറവാണെന്ന് വെച്ചിട്ട് പിന്നീട് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല എന്നല്ല അതിന്റെ അർത്ഥം. കുഞ്ഞ് പാല് കുടിക്കുന്നതിനനുസരിച്ച് പ്രൊഡക്ഷൻ കൂടി വരും. പതുക്കെ നമ്മൾ ഒരാഴ്ചയോട് കൂടി ഫുൾ സ്ട്രെച്ചിൽ നിങ്ങളുടെ ബോഡി പാല് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. കുഞ്ഞ് കുടിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബോഡിയിൽ പാല് ഉണ്ടാവുകയും ചെയ്യും. അതാണ് അതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യിപ്പിക്കുക. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. കുഞ്ഞിന്റെ സക്കിംഗ് റിഫ്ലക്സും അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രസ്റ്റിൽ നിന്ന് പാൽ ഒഴിഞ്ഞു പോകുന്ന എമൗണ്ടും അനുസരിച്ചിട്ടാണ് ഇത്രയും പാല് കുഞ്ഞിന് ആവശ്യമുണ്ടെന്ന് ബ്രെയിൻ തിരിച്ചറിയുകയും നമ്മുടെ ശരീരം അതിനനുസരിച്ച് പാല് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ കൃത്യമായ ഇടവേളകളിൽ കുഞ്ഞിന് ഫീഡ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല അളവിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ചൂടുകാലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നല്ല വെള്ളം കുടിക്കുക. ചില ഏരിയാസിലൊക്കെ പറയാറുണ്ട് ഡെലിവറി കഴിഞ്ഞാൽ സ്ത്രീകൾ വെള്ളം കുടിക്കാൻ പാടില്ല, അത് പ്രശ്നമാണെന്നൊക്കെ. പക്ഷെ വെള്ളം കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യത്തെയും കുഞ്ഞിന്റെ ആരോഗ്യത്തെയും അത് ഒരുപോലെ ബാധിക്കും. അതുകൊണ്ട് വെള്ളം കുടിക്കാതിരിക്കരുത്, നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ന്യൂട്രീഷൻ ഉള്ള ഫുഡ് കൃത്യമായ സമയങ്ങളിൽ കഴിക്കുക. നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കുഞ്ഞുങ്ങളെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു 3 മാസം എന്നൊക്കെ പറയുന്നത് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. കുഞ്ഞുങ്ങൾ ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മളും ഉറങ്ങാതിരിക്കും. പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ ക്ഷീണം മാറത്തക്ക രീതിയിലുള്ള ഉറക്കം നിങ്ങൾക്ക് കിട്ടണം. അതിനുവേണ്ടി ശ്രദ്ധിക്കുക. പറ്റുന്നിടത്തോളം നിങ്ങൾ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ചൊക്കെ സ്ട്രെസ് ഉണ്ടാവും, കാരണം പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞതാണ്. കുഞ്ഞ് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി വരാനുള്ള നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതും അതിനെ പരിചരിക്കുന്നതും ഒക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാവും. അതിന്റെ കൂടെ
കൂടുതൽ സ്ട്രെസ് നിങ്ങൾ എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവർ ചുറ്റുള്ളവരും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ ഉറങ്ങാനും മാനസികമായിട്ട് റിലാക്സ് ആവാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഫുഡ് കൃത്യമായിട്ട് കഴിക്കുക. ബ്രസ്റ്റ് മിൽക്ക് നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്തോളും, ബേബി കുടിക്കുന്നതിനനുസരിച്ച്. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാം. ഇനി കുഞ്ഞ് കരയുന്നതിന്റെ എല്ലാ റീസണും, അതിൽ എപ്പോഴും കരയുന്നതിന്റെ റീസൺ ബ്രസ്റ്റ് മിൽക്ക് കിട്ടാത്തതല്ല. കാരണം അതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ അറിയില്ല, പ്രശ്നങ്ങൾ എന്താണെന്ന് പറയാൻ അറിയില്ല. ഒരു പുതിയ കുട്ടി ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ ഈ ഭൂമിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമുണ്ട്. ഇതുവരെ ഈ ഭൂമിയിലേക്ക് വരാത്ത ഒരാളാണ്. അപ്പൊ ആദ്യമായിട്ട് ശ്വാസം വലിക്കുന്നതും പാല് കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ഈ ഇവിടെ വന്ന ശേഷമാണ്. അപ്പൊ ആദ്യത്തെ ഒരു 3 മാസം എന്ന് പറയുന്നത് ഈ ഭൂമിയുമായിട്ട് ആ കുട്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ് കുട്ടിക്കും ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ തണുപ്പ് കൂടുമ്പോഴോ ചൂട് കൂടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികൾ വന്ന് ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴോ വേദനയ്ക്കോ ഒക്കെ കുട്ടികൾ കരയാണ് ചെയ്യുക. എല്ലാം പാല് കിട്ടാഞ്ഞിട്ടാണെന്ന് വിചാരിക്കരുത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്കും ഉണ്ടാവും. അപ്പൊ അവരും അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ്. പാല് കൃത്യമായിട്ട് കൊടുക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരുമ്പോൾ ആ ഒരു ടെൻഷൻ കുറഞ്ഞോളും. ഇനി മറ്റുള്ളവർ ചോദിക്കുന്നതിന്റെ സ്ട്രെസ് ആണെങ്കിൽ പരമാവധി ഇങ്ങനെയുള്ള ആളുകൾ ആയിട്ട് കൂടുതലായിട്ട് അവരെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കേൾക്കാൻ നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അനി അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, നമ്മൾ അത് മൈൻഡ് ചെയ്യാതിരിക്കുക, മനസ്സുകൊണ്ട് അംഗീകരിക്കുക. ആളുകൾ ഇങ്ങനെയാണ്, കാരണം അവർക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അറിവില്ലായ്മയായിട്ട് കണ്ടിട്ട് നമ്മൾ അതിനെ നമ്മളെ മനസ്സിലേക്ക് എടുത്തിട്ട് അത് നമ്മൾ ബേർഡൻ ആയിട്ട് കൊണ്ടു നടക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് പാലില്ലേ അല്ലെങ്കിൽ പാലുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ, അതിന്റെ ബുദ്ധിമുട്ടുകളും നിങ്ങൾ വല്ലാതെ ബോധർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. പ്രഗ്നന്റ് ആയവർക്കും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർക്കും പോസ്റ്റ്മോർട്ടം പീരീഡിലുള്ള അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള വിമൻസ് ഓൺലി ഗ്രൂപ്പാണ് മദർക്കിൻ വിമൻസ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി. നിങ്ങൾക്കും ഒരു പ്രൊഫഷണൽ സ്പേസ് ആവശ്യമുണ്ടോ എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും മദർക്കിൻ വിമൻസ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.